അനുകൂലമാണ്. കറക്റ്റായിട്ടുള്ള ഓർഡർ നമ്മൾ കയ്യിൽ കിട്ടിയാലേ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ട പോലെ തന്നെ നമ്മളും കേട്ടിട്ടുള്ളൂ. നമ്മൾ വക്കീൽ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ധ്വജ പ്രണാമം എന്നുള്ള വാക്ക് കട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കോടതിയിൽ പറയുന്ന ഒരു മത പരിവർത്തനത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഓരോ മതവിഭാഗങ്ങളും ആരൊക്കെ എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക്, ആ കണക്കിനെയും മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കണക്കും ധ്വജപ്രണാമം മാറ്റാനാണ് കോടതി. അത് മാറ്റിക്കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് പടം റിലീസ് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത്. വീണ്ടും നിഷേധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ സെൻസർ ബോർഡിന്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഓർഡർ നിഷേധിക്കാൻ സെൻസർ ബോർഡിന് കഴിയില്ല. വീണ്ടും സെൻസർ ചെയ്യണം. സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി ഇഷ്യൂ ആയിട്ടില്ലല്ലോ. അത് ഇഷ്യൂ ചെയ്ത് തരണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ 2 മാറ്റം വരുത്തിയാൽ അനുമതി കൊടുക്കണം. അതെ, ഈ 2 മാറ്റമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഈ 2 മാറ്റം വരുത്തിയിട്ട് 14 ദിവസത്തിനുള്ളിൽ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. മാക്സിമം 14 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് പ്രദർശനാനുമതിയാണ് ഓർഡറിൻ്റെ ഘടകം. ധ്വജം കട്ട് ചെയ്യണമെന്നാണോ അതോ പ്രണാമം ഉൾപ്പെടുത്താമെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ധ്വജപ്രണാമം എന്ന് പറയുന്നത് ധ്വജപ്രണാമം കട്ട് ചെയ്യണം. അതിൽ പ്രണാമം കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഒരു ഓർഡറിൻ്റെ ഉള്ളടക്കം ശരിക്ക് ഞങ്ങൾ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓർഡറിൻ്റെ ഉള്ളടക്കം ശരിക്കും അറിഞ്ഞാലാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റും. സിനിമയുടെ ആവശ്യകതയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധിയെ ഞങ്ങൾ സ്വാഗതാർഹം, വളരെ അധികം ബഹുമാനിക്കുന്നു. വളരെ അനുകൂല വിധിയായിട്ടാണ്, നീതിപൂർവമായ വിധിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇനി ബാക്കി അതിൻ്റെ ഓർഡർ കിട്ടിയാലേ അറിയുള്ളൂ. അതെ, ഇല്ലല്ലോ, ഒന്നും പറഞ്ഞിട്ട് അതെല്ലാം ഒരു തെറ്റിദ്ധാരണ ഭാഗമായിട്ട് കക്ഷി ചേർന്നതും ഒരു തെറ്റിദ്ധാരണ ഭാഗമായിട്ട് സംസാര വിഷയമാക്കിയതെല്ലാം ഒരു തെറ്റിദ്ധാരണ ഭാഗമാണ്. ബഹുമാനപ്പെട്ട കോടതി സിനിമ കണ്ടപ്പോൾ അവർക്ക് തോന്നിയിരിക്കാം അത് പറയുന്നതിൽ പ്രത്യേക ന്യായമില്ല എന്ന് തോന്നിയിരിക്കാം. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അണിയർ പ്രവർത്തകരെല്ലാവരും ഒന്ന് ഒത്തുകൂടും. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരു വിദേശ യാത്രയിലാണ്, അദ്ദേഹം ഒന്ന് എത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സബ്മിറ്റ് ചെയ്യും. അങ്ങനെയല്ല, കാരണം സബ്മിറ്റ് ചെയ്ത അടുത്ത ദിവസങ്ങളിലൊക്കെ കിട്ടേണ്ടതാണ്. പിന്നെ ഇപ്പോൾ സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ. ഇപ്പോൾ ഒരു 14 ദിവസം എന്ന് പറയുമ്പോൾ മേ ബി ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ ഉണ്ടായിരുന്നു.